തെരഞ്ഞെടുപ്പ് തോൽവിയിലെ സിപിഎമ്മിന്റെ ന്യായങ്ങൾക്കെതിരെ സിപിഐ എക്സിക്യൂട്ടീവിൽ രൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് മുഖ്യ കാരണമായി. എ പത്മകുമാറിനെതിരെ സിപിഎം നടപടിയെടുക്കാതിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചുവെന്നും സിപിഐ എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേർന്നു. വിജിൻ, ഭരണവിരുദ്ധമുണ്ടായിട്ടില്ല എന്ന നിലപാട് തന്നെയാണ് സിപിഎം ഇന്ന് ആവർത്തിച്ചത്. അതിനെതിരെയാണ് സിപിഐ നിലപാടെടുക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിൽ എൽഡിഎഫിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ട് എന്ന് തന്നെയല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? വിജിൻ, നേരത്തെ തന്നെ CPI അത്തരത്തിലൊരു പ്രാഥമികമായ വിലയിരുത്തലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനപ്പുറം ഭരണവിരുദ്ധ വികാരം എന്തായാലും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് ഒരു പ്രധാന കാരണം എന്നുള്ള വിലയിരുത്തലിലേക്കാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവും എത്തിയിരിക്കുന്നത്. നേരത്തെ CPMഉം ഈ ശബരിമല വിഷയം അത് തിരിച്ചടിക്ക് ഒരു ഘടകമായി എന്നുള്ള കാര്യത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് CPIയും അതേ നിലപാടിലേക്ക് തന്നെ ഈ പറയുന്ന യോഗത്തിൽ എത്തിയിരിക്കുന്നത്. ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നത്. ഒരു തീരുമാനത്തിലേക്ക് CPI എന്തായാലും നിലവിലെത്തിയിട്ടില്ല. നാളെ സംസ്ഥാന കൗൺസിൽ യോഗം കൂടി ചേരേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ആയിരിക്കും ഒരു ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യത്തിലുള്ള ഒരു പൂർണ്ണമായ വിലയിരുത്തലിലേക്ക് CPI എത്തുക. അതിനു മുമ്പ് ഉള്ള ഈ ഒരു ചർച്ചയിലാണ് പത്മകുമാറിനെ പുറത്താക്കാത്തത് ഉൾപ്പെടെ, അതായത് ഇത്തരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പോലും CPM പത്മകുമാറിനെ പുറത്താക്കാതെ സംരക്ഷിച്ചത് അതുൾപ്പെടെയുള്ള തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലിലേക്ക് ചർച്ചയിലേക്കൊക്കെ CPI നിലവിലെത്തിയിട്ടുള്ളത്. ഇതിന്റെ പൂർണ്ണമായ തീരുമാനം അത് CPI നാളെയായിരിക്കും എല്ലാ ഘടകങ്ങളുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് സംസ്ഥാന കൗൺസിൽ ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള ഒരു പൂർണ്ണമായ അംഗീകാരം നൽകുക. അതിനിടയിലാണ് ചർച്ച ചെയ്ത പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഭരണവിരുദ്ധ വികാരവും ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയും പ്രധാന തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അനിഷ.